ഒന്നായവനിൽ നാം ഒന്ന്. ഇൻ ഇല്ലോ ഊനോ ഊനും. ലിയോ 14 പാപ്പയുടെ ആപ്തവാക്യമാണത്. ക്രിസ്തുവിൽ നാം ഒന്നാണ് എന്നുള്ള ആപ്തവാക്യം വഴി സഭയ്ക്കും പൊതുസമൂഹത്തിനും വലിയ പ്രത്യാശ നൽകുകയാണ് ആഗോള സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ലിയോ 14 പാപ്പ നൽകുന്നത്. ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം സഭയ്ക്കും പൊതുസമൂഹത്തിനും വലിയൊരു ദുഃഖം, വ്യഥയിലേക്കാണ് കൊണ്ടുവന്നത്. കാരണം അത്രയേറെ ലോകം സ്നേഹിച്ചു, പാവങ്ങളെ സ്നേഹിച്ച, പരിത്യക്തരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ഹൃദയത്തിൽ സ്വീകരിച്ച ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം, വേർപാട് എല്ലാ അർത്ഥത്തിലും ഒരു കുടുംബത്തിൻ്റെ അംഗം നഷ്ടപ്പെടുന്നത് പോലെ തന്നെയായിരുന്നു നമുക്ക് ഓരോരുത്തർക്കും അനുഭവിച്ചിരുന്നത്. പക്ഷേ ഫ്രാൻസിസ് പാപ്പയുടെ വിയോഗം ഉദ്ധാന തിരുനാളിൻ്റെ തൊട്ട് പിറ്റേ ദിവസം ആ തിങ്കളാഴ്ചയായിരുന്നു. പ്രത്യാശയുടെ ഒരു കാലഘട്ടത്തിലേക്ക് സഭ പ്രവേശിക്കുമ്പോഴാണ് ഫ്രാൻസിസ് പാപ്പ കടന്നുപോയത്. തീർച്ചയായും ആ വിയോഗത്തിൻ്റെ, വേർപാടിൻ്റെ ദുഃഖവും സങ്കടവും സഹനവുമെല്ലാം വിങ്ങലുമെല്ലാം ഹൃദയത്തിൽ സ്വീകരിക്കുമ്പോഴും ഒരു പ്രത്യാശയുടെ കാലഘട്ടത്തിലേക്ക് തന്നെയാണ് ഈ ഉദ്ധാന തിരുനാൾ വഴി നമ്മെ വഴി നടത്തിയത്. നിങ്ങളുടെ ദുഃഖം സന്തോഷമായി പകരും എന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഉദ്ധിതനായ നാഥൻ നമ്മെ പ്രത്യാശയിലേക്ക്, സന്തോഷത്തിലേക്ക് കൈപിടിച്ച് നടത്തുന്നു എന്നുള്ളതിൻ്റെ പ്രതീകം തന്നെയാണ്, അതിൻ്റെ തെളിവാണ് ആഗോള സഭയിലെ ഈ 133 കർദിനാളന്മാർ ഒരുമിച്ച് കോൺക്ലേവിൽ വരികയും അതിൻ്റെ 4ാമത്തെ സെഷനിൽ അവർക്കേവർക്കും സന്തോഷപ്രദമായിട്ടുള്ള രീതിയിൽ ദൈവത്തിൻ്റെ പ്രത്യേകമായ പ്ലാനും പദ്ധതിയും ചൊല്ലഴിയുന്ന വിധത്തിൽ ലിയോ 14 പാപ്പയെ തിരഞ്ഞെടുക്കുന്നത്. അപ്രകാരം 4ാം റൗണ്ടിൽ ഒരു പുതിയ പാപ്പയെ തിരഞ്ഞെടുക്കുന്നത് വളരെ അപൂർവമാണ് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ 1978 ജോൺ പോൾ 1 പാപ്പയെ തിരഞ്ഞെടുത്തപ്പോൾ 4ാം റൗണ്ടിലായിരുന്നു. 2005 ബെനഡിക്ട് 16 പാപ്പയും തിരഞ്ഞെടുത്തത് വളരെ സ്വാഭാവികമായി 4ാം റൗണ്ടിലായിരുന്നു. ഒരു പ്രതീക്ഷയും ആർക്കും ഉണ്ടായിരുന്നില്ല. കാരണം കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രെവെസ്റ്റ് എന്ന് പറയുന്ന അദ്ദേഹം, ഞാൻ ഓർക്കുന്നു 2023 ഒക്ടോബറിലും 24 ഒക്ടോബറിലും ആ സിനഡോൺസിൻ്റെ ആൽക്കിയുടെ അവസരത്തിൽ അദ്ദേഹം ഞങ്ങൾ എല്ലാവരോടുമൊപ്പം അവിടെ കൂടെ ഉണ്ടായിരുന്നെങ്കിലും കാര്യശ്ശേരി വത്തിക്കാനിലെ ഡിക്കാസ്ട്രി ഫോർ ദ ബിഷപ്പ്മാരുടെ ആ നിയമനത്തിന് വേണ്ടിയുള്ള ഔദ്യോഗിക ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്ന അവസരത്തിലും അദ്ദേഹം വിനയാന്വിതനായി എളിയ രീതിയിൽ എല്ലാവരോടുമൊപ്പം ചരിക്കുകയും എന്നാൽ ഒരു വിധത്തിലും ആരുടെയും ശ്രദ്ധ പിടിച്ചു വരുത്തുന്ന വിധത്തിലുള്ള ഒരു സാന്നിധ്യവും അറിയിക്കാത്ത വിധത്തിൽ ഉള്ള ഒരു സാന്നിധ്യമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. ഞങ്ങൾ ഒരുമിച്ച് അങ്ങനെ 2 മാസം 2 വർഷവും ഉണ്ടെങ്കിലും ഈ കർദിനാൾ അങ്ങനെ പ്രത്യേകമായ വിധത്തിൽ ആരെയും അങ്ങനെ നോട്ട് ചെയ്യുന്ന വിധത്തിൽ, ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ഒരു ഇടപെടലും ഇല്ല. വിനയാന്വിതനായി എളിയ രീതിയിലുള്ള പ്രവർത്തിച്ച വ്യക്തി. പക്ഷേ ദൈവം ഈ ഒരു കാലഘട്ടത്തിൽ ആഗോള സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വത്തിന് വേണ്ടി കരുതി വെച്ച ദൈവത്തിൻ്റെ പ്രത്യേകമായ തിരഞ്ഞെടുപ്പ് വളരെ പ്രകടമായിരുന്നു. സെയിൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ ബാൽക്കണിയിൽ അങ്ങനെ പുതിയ പാപ്പയെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നുള്ള ആ അനൗൺസിയോ വോബിസ് ഗൗദിയും മാഞ്ഞും ഏറ്റവും വലിയ ഒരു സന്തോഷത്തിൻ്റെ വാർത്ത നിങ്ങൾക്ക് നൽകുന്നു. ഹബേമൂസ് പാപ്പാം എന്നുള്ള ആ അനൗൺസ്മെൻ്റ് അറിയിപ്പ് വന്നപ്പോൾ ഇതാ ഏതാനും നിമിഷങ്ങളുടെ ആകാംക്ഷഭരിതമായ കാത്തിരിപ്പിനൊടുവിൽ കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് കടന്നു വരുമ്പോൾ ലോകത്തിന് മുഴുവൻ ഒരു വലിയ പ്രതീക്ഷയാണ് നൽകിയത്. ആദ്യത്തെ വാക്യം തന്നെ നിങ്ങൾക്ക് സമാധാനം, പാച്ചെ അത്തൂത്തി ബോയ് എന്നുള്ള ദൈവത്തിലാണ് പറഞ്ഞത്. ഉദ്ധിതനായ ക്രിസ്തു തൻ്റെ ശിഷ്യന്മാർക്കും മറ്റുള്ളവർക്കും പ്രത്യക്ഷപ്പെടുമ്പോൾ ആദ്യം ആശംസിച്ച
അതേ സമാധാന ആശംസയാണ് ലിയോ 14 പാപ്പ ലോകത്തിന് മുഴുവനായി നൽകിയ ആദ്യത്തെ ആശംസ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ കൂടുതൽ ആവശ്യമായ ഒന്ന്, യുദ്ധത്തിൻ്റെയും പരസ്പരമുള്ള പകപോക്കലിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും വെറുപ്പിൻ്റെയും അന്തരീക്ഷം നിലനിൽക്കുന്ന ഈ ഒരു അവസരത്തിൽ അപ്രകാരം ക്രിസ്തു തരുന്ന ശാശ്വതമായ ആ സമാധാനം ലോകത്തിന് മുഴുവൻ ആവശ്യമുണ്ട് എന്നുള്ളത് അർത്ഥത്തിലാണ്. രണ്ടാമതായി ലിയോ 14 പാപ്പ നൽകുന്ന പ്രതീക്ഷ ഇതാണ്. ഒരുമയുടെ, സൗഹാർദ്ദത്തിൻ്റെ, ഐക്യത്തിൻ്റെ, കൂട്ടായ്മയുടെ സന്ദേശമാണ്. അതാണ് ഈ ആപ്തവാക്യം ഇൻ ഇല്ലോ ഊനോ ഊനും എന്നുള്ള ആ ആപ്തവാക്യം നമ്മെ ഓർമ്മിപ്പിക്കുക. അതായത് ക്രിസ്തുവിൽ നാം എല്ലാവരും ഒന്ന്. 127 സങ്കീർത്തനം വിശുദ്ധനായ അഗസ്റ്റിൻ വ്യാഖ്യാനിക്കുമ്പോൾ ആണ് ഈ ഒരു കാര്യം പറയുക. പിന്നീട് 2023 കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് പ്രെവോസ്റ്റ് നൽകിയ ഒരു അഭിമുഖത്തിൽ പറഞ്ഞതിങ്ങനെയാണ്: യൂണിറ്റി ആൻഡ് കമ്മ്യൂണിയൻ ഇസ് ദ കാരിസം ഓഫ് ദ ഓർഡർ ഓഫ് അഗസ്റ്റിൻ. അതായത് ഈ ഐക്യവും കൂട്ടായ്മയുമാണ് അഗസ്റ്റീനിയൻ സഭയുടെ പ്രത്യേകമായ ഒരു ശൈലി. അത് തന്നെയാണ് ആൻഡ് ഓൾസോ ഓഫ് മൈ വെരി ആക്ടിങ് ആൻഡ് തിങ്കിങ് എന്ന് കാർഡിനൽ റോബർട്ട് ഫ്രാൻസിസ് 2023 തന്നെ പറഞ്ഞിരുന്നു. അതായത് തൻ്റെ ജീവിത ശൈലി ഇങ്ങനെ ഐക്യത്തിൽ, കൂട്ടായ്മയിൽ, പരസ്പര സാഹോദര്യത്തിൽ കൊണ്ടുവരുവാനുള്ള ഒരു ശ്രമമായിരിക്കും എന്നുള്ളതാണ്. അതിൻ്റെ പ്രതീക്ഷയാണ് നൽകുക. ആദ്യത്തെ തൻ്റെ പ്രഭാഷണത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നു സഭയുടെ സിനഡാത്മകതയെപ്പറ്റി. അങ്ങനെ ഒരുമിച്ച് ചലിക്കേണ്ടവരാണെന്നും ഒരേ പാതയിൽ കൈകോർത്ത് കൂട്ടായ്മയിൽ നീങ്ങേണ്ടവരാണ് സഭയിലെ എല്ലാ വ്യക്തികളും. അത് ചേരിവ് തിരിവുകളില്ലാതെ, ഉച്ചനീചത്വങ്ങളില്ലാതെ ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ടതാണെന്നും അതേപോലെ തന്നെ പൊതുസമൂഹത്തിലും ഈ ഐക്യം, പരസ്പര ധാരണ, സാഹോദര്യം ഫ്രാൻസിസ് പാപ്പ തുടങ്ങി വെച്ച സോദര സർവ്വതരും ഫ്രatelli tutti പറഞ്ഞ അതുപോലെ ആ ഒരു ആശയം തന്നെ ഇന്ന് ലോകത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ലിയോ 14 പാപ്പയും ആദ്യ തൻ്റെ പ്രഭാഷണങ്ങളിൽ തന്നെ പറയുന്നു. ആ പാപ്പയുടെ പേര് സ്വീകരിച്ചത് ലിയോ 13 പാപ്പ മഹാനായ പാപ്പയായിരുന്നു. പ്രത്യേകിച്ച് റേരും നൊവാരും, പുതിയ കാര്യങ്ങളെ പറ്റിയുള്ള ആ ഒരു അവസ്ഥ, പ്രത്യേകിച്ച് ഈ വ്യാവസായിക വിപ്ലവം നടക്കുന്ന സമയത്ത് ക്രിസ്തുവിൻ്റെ ആ നിലപാടുകൾ, ക്രിസ്തുവിൻ്റെ ശാന്തിയും ക്രിസ്തുവിൻ്റെ ഐക്യവും സാമൂഹ്യ ബോധവും സത്യത്തിൻ്റെ നിലപാടുകളും സമൂഹത്തിന് അത്യന്താപേക്ഷിതമാണെന്നും പ്രത്യേകിച്ച് തൊഴിലിൻ്റെ മേഖലകളിൽ ഈ ഒരു നിലപാട് ആവശ്യമാണെന്ന് പഠിപ്പിച്ച ലിയോ 13 പാപ്പയുടെ അതേ പാതകൾ പിന്തുടർന്നുകൊണ്ട് അങ്ങനെ ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് കർദിനാൾമാർക്ക് വേണ്ടിയുള്ള ആദ്യത്തെ സമ്മേളനത്തിൽ ലിയോ 14 പാപ്പ ഈ ദിവസങ്ങളിൽ പറഞ്ഞതിതാണ്: ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, നിർമ്മിത ബുദ്ധിയുടെ ഈ ഒരു കാലഘട്ടത്തിൽ യഥാർത്ഥത്തിൽ ലിയോ 13 പാപ്പ അദ്ദേഹത്തിൻ്റെ മുൻഗാമിയായിട്ട് 9 പിയൂസ് പാപ്പയും പിൻഗാമിയായിട്ട് വിശുദ്ധനായ 10 പിയൂസ് പാപ്പയും ഒക്കെ ഉണ്ടായിരുന്നു. ഈ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് പോലെ ഇത് അന്നത്തെ ആ വ്യാവസായിക പ്രയാസങ്ങളും പ്രതിസന്ധികളും ഉണ്ടായിരുന്നത് പോലെ ഇതാ നിർമ്മിത ബുദ്ധിയുടെ ഈ പ്രതിസന്ധികളുടെ കാലഘട്ടത്തിൽ എങ്ങനെ സഭ മുന്നോട്ട് പോകണം എന്നുള്ള കൃത്യമായ ഒരു കാഴ്ചപ്പാടാണ്, ദർശനമാണ് ലിയോ 14 പാപ്പ ഈ ഒരു ആധുനിക കാലഘട്ടത്തിൽ നമുക്ക് നൽകുക. പ്രത്യാശയുടെ ഒരു കാലഘട്ടം തുറവിക്കുകയാണ്. ഫ്രാൻസിസ് പാപ്പയുടെ ആ എളിമയുടെയും എല്ലാവരെയും ചേർത്ത് നിർത്തുന്ന ആ വിശാലമായ ഒരു ദർശനം പോലെ തന്നെ അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഫ്രാൻസിസ് പാപ്പയുടെ തുടർച്ചയായി ലിയോ 14 പാപ്പ സഭയുടെ അനുഗ്രഹമായി കടന്നു വരുന്നു. ദൈവം സഭയ്ക്ക് ഇടയന്മാരെ നൽകുമെന്ന ജെറമ്യാ പ്രവാചകൻ്റെ ആ വചനം പോലെ തന്നെ അത് വീണ്ടും പ്രാവർത്തികമായിരിക്കുന്നു. ഈ ജൂബിലി വർഷത്തിൽ, പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ നമുക്ക് ദൈവത്തിന് നന്ദി പറയാം. ലിയോ 14 പാപ്പയോടൊപ്പം നമുക്കും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ദൈവമേ, ഐക്യത്തിൻ്റെ, സാഹോദര്യത്തിൻ്റെ ആ ദർശനം സഭാമക്കൾ എല്ലാവരും ഹൃദയത്തിൽ സ്വീകരിക്കാൻ,
അങ്ങനെ ഈ നിർമ്മിത ബുദ്ധിയുടെ ഈ ഒരു പ്രതിസന്ധികൾ പോലും വെല്ലുവിളിയായി കടന്നു വരുന്ന ഈ കാലഘട്ടത്തിലും യഥാർത്ഥ മാനുഷിക മൂല്യങ്ങളെയും മാനുഷിക അന്തസ്സും മനസ്സിലാക്കിക്കൊണ്ട് കൈകോർത്ത് സിനഡാലിറ്റിയിൽ സിനഡാത്മക സഭ പുരോഗതി പ്രാപിക്കുവാൻ നമുക്കും സാധിക്കട്ടെ. ലിയോ 14 പാപ്പയുടെ പ്രത്യേകിച്ച് പെറുവിലെ ആ അനുഭവം അങ്ങനെ സാധാരണക്കാരോട്, അധസ്ഥിതരോട്, എല്ലാവരോടും തുറവിയുള്ള ഒരു മനോഭാവത്തോടുകൂടെ, കാര്യം ശരി, അമേരിക്കയിൽ നിന്നുള്ള ആദ്യത്തെ പാപ്പയാണ് ലിയോ 14 പാപ്പയാണെങ്കിലും അദ്ദേഹത്തിന് സാധാരണക്കാരുടെ, പാവങ്ങളുടെ പ്രതിസന്ധികളും പ്രയാസങ്ങളും എല്ലാം അറിയാം. ഈ ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ആഗോള കത്തോലിക്ക സഭയുടെ അജപാലന ശുശ്രൂഷ നേതൃത്വം ഏറ്റെടുത്തിരിക്കുന്ന ഈ സാഹചര്യത്തിൽ നമുക്ക് നല്ലിടയനായ യേശുവിനോട് പ്രാർത്ഥിക്കാം. ഈ മഹാ ഇടയൻ്റെ നേതൃത്വത്തിൽ സഭ പ്രത്യാശയുടെ പുതിയ തീർത്ഥാടനം തുടരുവാൻ, അങ്ങനെ സാഹോദര്യത്തിലും സമഭാവനയിലും സോദരർ സർവരും എന്നുള്ള നിലയിൽ ജാതിമത വർണ്ണവർഗ ഭാഷയുടെ അതിർത്തി വരുമ്പോൾക്കപ്പുറം എല്ലാവരും കൈകോർത്ത് നീങ്ങുവാനും അങ്ങനെ ക്രിസ്തുവിൻ്റെ ആ സമാധാനം, ശാന്തി സഭയിൽ പുലരുവാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നമുക്ക് പ്രത്യാശയോട് നീങ്ങാം. ലിയോ 14 പാപ്പയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ദൈവത്തിന് നന്ദി പറയാം. അപ്രകാരം ഒരു പരമാചാര്യനെ ഈ കാലഘട്ടത്തിൽ യോജിച്ച ഒരാളെ സമ്മാനിച്ചതിന് ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.